തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കിച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെന്താണെന്നല്ലേ, ഇത് കാട്ടുതാളിൻ്റെ തണ്ടാണ്. നമ്മൾ തണ്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്തുള്ള തോല് കളഞ്ഞ് ക്ലീനാക്കി. ഇനി നമ്മളിതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് കിച്ചടി വയ്ക്കും. കിച്ചടിക്ക് വേണ്ട സാധനങ്ങൾ: ഉപ്പ്, തേങ്ങ, പച്ചമുളക്, തൈര്, ഉണക്കമുളക്, കടുക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ഇത്രയും വേണം. ഇപ്പോൾ നമ്മൾക്കിത് അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമ്മുടെ കിച്ചടി തയ്യാറാക്കാനുള്ള കടായി അടപ്പത്ത് വെച്ചു. എണ്ണ ചൂടായില്ല. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക്, മുളക്, കരിവേപ്പില ഇടണം. നമ്മുടെ എണ്ണ മൂത്ത് വന്നു. നമുക്കിതിലേക്ക് കടുകിടാം. 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടു. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മളിതിൽ കരിവേപ്പില ഇടുക. അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ തണ്ട് നമ്മളിതിലേക്ക് ഇടുക. നമ്മൾ കടുക് വറുത്തിട്ടിട്ട് വെള്ളം ഒഴിച്ചില്ല. സിമ്മിലിട്ടേക്കുക. ഒന്ന് മെല്ലെ അടച്ചു വയ്ക്കും. ആ നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മളതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുകയാണ്. 4 സ്പൂൺ തേങ്ങ മതി. കാരണം ചെമ്മീൻ്റെ തണ്ട് കുറച്ചേ ഉള്ളൂ. പച്ചമുളക് ഇടുകയാണ്. നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ല. വെള്ളത്തിന് പകരം കുറച്ച് മോരോ തൈരോ ഒഴിച്ചാൽ മതി. നല്ല നൈസായിട്ട് അരയ്ക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് നൈസായിട്ട് അരഞ്ഞു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇനി ഒരു വസ്തു കൂടി ചേർക്കാനുണ്ട്. 1 സ്പൂൺ കടുക് ചേർക്കുകയാണ്. 1 സ്പൂൺ ഇല്ല, കുറച്ച് കുറവുണ്ട്. ഈ കടുക് അരയാൻ പാടില്ല, പൊട്ടാനേ പാടുള്ളൂ.
ഇപ്പോൾ നമ്മുടെ വെള്ളം ഒഴിക്കാതെ നമ്മൾ ചെമ്മിൻ്റെ തണ്ട് എണ്ണയിൽ കടുവറുത്ത് വേവിച്ചു. അപ്പോൾ ഇതിങ്ങനെയായി. നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇത് 2 മിനിറ്റ് തിളയ്ക്കണം. ആ അരപ്പിൻ്റെ പച്ചച്ചവ പോകാൻ മാത്രം ചൂടായാൽ മതി. നമ്മൾ ആവശ്യമായ തൈര് അടിച്ചു കൊണ്ടുവരാം. പുളിക്ക് ആവശ്യമായത് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ തൈര് അടിച്ചു കൊണ്ടുവന്നു. നമ്മുടെ കിച്ചടിയുടെ കറക്റ്റ്. ഇനി നമുക്ക് തീ കിടത്തി നമ്മൾ സ്റ്റൗ ഓഫാക്കി. കാരണം ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്, അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ കിടത്തിയേക്കാണ്. ഇത് ചീനച്ചട്ടിയിൽ ഇരുന്ന് തന്നെ ഇത് കറക്റ്റാവും. ഇപ്പം നമ്മുടെ കാട്ടുതാള് കിച്ചടി കറക്റ്റ് റെഡിയായി. വളരെ രുചികരമായൊരു കറിയാണിത്. കർക്കിടക മാസം 1-ാം തീയതി കാട്ടുതാള് കറി വെച്ച് കടുവറക്കണമെന്നൊരു ശാസ്ത്രമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് വച്ചത്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ നമ്മുടെ കാട്ടുതാള് കിച്ചടി റെഡിയായി. വളരെ ടേസ്റ്റിയാണ്, ഒരപാകതയില്ല. കാട്ടുതാളാണെന്നോർത്ത് ഇത് ഒട്ടും ചൊറിയില്ല. വളരെ രുചികരമാണ്. നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.